അബുദാബിയിലെ മീൻചന്ത. മീൻചന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചന്തയുമായി കമ്പയർ ചെയ്യരുത് കേട്ടോ. ഇതൊരു ഹൈടെക് ഫിഷ് മാർക്കറ്റാണ്. മിനയിലെ മിന സയ്യിദ് തുറമുഖത്താണ് ഈ ഫിഷ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അബുദാബിയിലെ ഏറ്റവും മികച്ച ഒരു സ്ഥലമാണിത്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, അബുദാബി ഫിഷ് മാർക്കറ്റിന്റെ ആദ്യത്തെ അനുഭവം നമുക്ക് വളരെയധികം അതിശയം ഉളവാക്കുന്നതായിരുന്നു. ആദ്യം കയറി ചെല്ലുന്നിടത്ത് പരമ്പരാഗത മീൻപിടുത്തത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന നിലയിൽ ഒരു ചെറിയ മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പഴയ രീതിയിലുള്ള ഒരു മ്യൂസിയമാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അകത്തേക്ക് ചെല്ലുമ്പോൾ കുറെ സ്റ്റോളുകളായിട്ടാണ് നമുക്ക് ഓരോ ഷോപ്പും കാണാൻ കഴിയുന്നത്. ഇവിടെ കക്കകൾ, ഞണ്ടുകൾ, കട്ടിൽ ഫിഷ്, ഹാമർ, ടൂണ, ചെമ്മീൻ, സ്രാവ് കൂടാതെ ഇവിടെ തന്നെ കിട്ടുന്ന പ്രാദേശിക മത്സ്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ അവിടെ നിന്ന് കുറച്ച് കല്ലുമക്കായ മേടിച്ചു, പിന്നെ കണവ മേടിച്ചു, കൊഞ്ച് മേടിച്ചു, ചൂര മേടിച്ചു, പിന്നെ അയല മേടിച്ചു. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചായിരുന്നു. എല്ലാം നല്ല ഫ്രഷാണ്. പിന്നെ വിലയും അധികമൊന്നും ഇല്ല. കമ്മ്യൂണിറ്റി മാർക്കറ്റുകൾ വികസിപ്പിക്കുന്നതിനുള്ള മികച്ച അന്താരാഷ്ട്ര നിലവാരം ഇവിടെ കാണാം. ഷോപ്പ് ഉടമകൾക്ക് മികച്ച സേവനങ്ങളും സൗകര്യങ്ങളും ഗവൺമെന്റ് നൽകുന്നുണ്ട്. നാട്ടിലെ പോലെ തന്നെ ഉണക്കമീൻ പല വെറൈറ്റിയിൽ ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കൂടാതെ അച്ചാറ്, ഉപ്പിലിട്ടത്, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഫിഷൊക്കെ ഇവിടെ കണ്ടാലും തന്നെ നമുക്ക് വാങ്ങാൻ തോന്നും. ലോബ്സ്റ്ററിന്റെയും കക്കയുടെയും എല്ലാം ആരും അറേഞ്ച് ചെയ്തിരിക്കുന്നതും ആ ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുന്നതെല്ലാം കണ്ടാൽ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഫിഷ് വാങ്ങിയിട്ട് അവിടെ തന്നെ നമുക്ക് ഗ്രിൽ ചെയ്യാനും കുക്ക് ചെയ്ത് കഴിക്കാനും ഒക്കെ ഉള്ള ഷോപ്സ് ഒക്കെ ഉണ്ട്. ഗ്രിൽ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയും. മീൻ വാങ്ങി ക്ലീൻ ചെയ്ത് ഏതെങ്കിലും ഫിഷ് ഗ്രിൽ റെസ്റ്റോറൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുക്ക് ചെയ്ത് പാഴ്സലാക്കി തരും. പാഴ്സൽ അല്ല അവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അല്ലാതെ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. ഈ ഇവിടുത്തെ തന്നെ സീ ഫുഡ് വെച്ചിട്ടുള്ള ഡിഷസ് എല്ലാം അവിടെ ഉണ്ട്. അവിടെ പോയിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. പിന്നെ അല്ലാതെ നമുക്ക് റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ജ്യൂസ്, കരിക്ക് അങ്ങനെയൊക്കെ കുടിക്കാനുള്ള ചെറിയ ഷോപ്പുകളുണ്ട്. അബുദാബിയിലെ മത്സ്യവ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട തീമുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഡിസൈൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് അനുഭവമായിരുന്നു. കൂടാതെ 40 വർഷത്തിലേറെയായി മത്സ്യ മാർക്കറ്റിന്റെ ചരിത്രവും അവർ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇവിടെ മീൻ മേടിക്കാനായിട്ട് അല്ലെങ്കിൽ മീൻ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഓവറോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കിട്ടും. നല്ല ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. ഇപ്പം മീൻ വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്ത് കിട്ടാൻ ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം. മീൻ ഗ്രില്ല് ചെയ്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. അല്ല അവിടെ നിന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വേറെ റിച്ച് ആൻഡ് ഫ്രഷിൻ്റെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ വാങ്ങിച്ച ഫിഷ് ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ആ സെക്ഷനിൽ അവിടുത്തെ കൗണ്ടറിൽ ചെന്ന് നമ്മൾ സ്റ്റാളിൽ നിന്ന് വാങ്ങിയ മീൻ കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യം അനുസരിച്ച് അവർ കട്ട് ചെയ്ത് തരും. അപ്പോൾ അതിന് കുറച്ച് ഫീസ് അടയ്ക്കണം. കുറച്ച് ഫീസ് നമ്മുടെ ഉള്ള മീനിൻ്റെ എമൗണ്ട് അനുസരിച്ചിരിക്കും നമ്മൾ അടയ്ക്കേണ്ട ക്യാഷിൻ്റെയും എമൗണ്ട്. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവർ അവിടെ തന്നെ ഒരു വലിയ ബിഗ് സ്ക്രീൻ ഉണ്ട്, അതിൽ കാണിക്കും നമ്മൾ സമയമായോ, കിട്ടാനുള്ളത് പ്രോസസ്സിങ്ങിലാണോ അതോ കഴിഞ്ഞോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഭയങ്കര നന്നായിട്ട് എല്ലാം അവർ ഡ്രസ്സൊക്കെ ധരിച്ച് കയ്യോറയൊക്കെ ഇട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. എന്തായാലും ഒരു വലിയൊരു മാളിൽ പോയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ പോയത്. നാട്ടിലത്തെ ഫിഷ് മാർക്കറ്റൊക്കെ കണ്ടിട്ട് വരുന്നവർക്ക് ഇതൊരു വേറൊരു അനുഭവം തന്നെ ആയിരിക്കും. അപ്പോൾ അബുദാബിയിലുള്ള എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഫിഷ് മാർക്കറ്റിൽ ഒന്ന് വന്ന് നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും.